അതുകൊണ്ട് കർത്താവിന് വേണ്ടി തടവുകാരനായിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് അനുസൃതമായ ജീവിതം നയിക്കുക. പരിപൂർണ വിനയത്തോടും സൗമ്യതയോടും നിരന്തരമായ ക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം സഹിഷ്ണുതയോടും കൂടെ പരസ്പരം വർദ്ധിക്കുക. സമാധാനത്തിന്റെ ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഐക്യം പാലിക്കുവാൻ തത്പരരായിരിക്കുക. കാരണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിളി ഒരേ പ്രത്യാശയിലേക്കായിരിക്കുന്നത് പോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണ് നിങ്ങൾക്കുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. എല്ലാവരിലും ഉപരിയായുള്ളവനും എല്ലാവരിലൂടെയും എല്ലാത്തിലും പ്രവർത്തിക്കുന്നവനും എല്ലാവരുടെയും പിതാവുമായ ദൈവവും ഒന്നേയുള്ളൂ. Hallelujah.
അപ്പോൾ പത്രോസ് അവിടുത്തെ സമീപിച്ച് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? ഈശോ അദ്ദേഹത്തെ തുടർന്ന് ചെയ്തു, 7 പ്രാവശ്യമെന്നല്ല, 7 വീതം 7 പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്നേഹമുള്ളവരെ, വലിയ കുടുംബം സന്തോഷിക്കുകയാണ്. കാരണം നവാഗതർക്ക് ഇന്ന് ഔപചാരികമായ സ്വീകരണം നൽകുകയാണ്. അവരെ ഈ ഭവനത്തിലേക്ക്, കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു കുടുംബത്തെ യഥാർത്ഥ കുടുംബമാക്കി തീർക്കുന്ന 2 മഹാകാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ സുവിശേഷം നാം വായിച്ചു കേട്ടത്. ഞാൻ പ്രത്യേകമായി തിരഞ്ഞെടുത്ത സുവിശേഷ ഭാഗമല്ല, ഇന്നത്തെ കാലത്ത് റീഡിംഗ് തന്നെയാണ്. ഒന്ന് പ്രാർത്ഥന, രണ്ടാമത്തേത് ക്ഷമിക്കുക. കുടുംബത്തിന്റെ ഒരു നിർവചനം, അങ്ങൾ പരസ്പരം എളുപ്പം ക്ഷമിക്കുന്ന സ്ഥലം എന്നുള്ളതാണ്. നമ്മളൊക്കെ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നവരാണ്. കുറച്ചുനാളിൽ നമ്മള് ചേട്ടാനിയന്മാരുമായിട്ടും അമ്മമാരുമായിട്ടും അമ്മയും മക്കളുമൊക്കെ ആയിട്ട് ഓടിച്ചാടികൾ തുലസിച്ച് നടന്നിട്ടുണ്ട്, വഴക്കടിച്ചിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അടുത്ത നിമിഷത്തില് നമ്മള് ക്ഷമിക്കും, നമ്മളോട് മറ്റുള്ളവരും ക്ഷമിക്കും. അടുത്ത നിമിഷം നാം എല്ലാവരുമായിട്ട് ഒന്നിച്ച് സ്നേഹത്തോടുകൂടി അതാണ് കുടുംബത്തിന്റെ ഒരു വലിയ ഘടകം. കുടുംബത്തെ കുടുംബമാക്കി തീർക്കുന്ന പ്രധാനപ്പെട്ട അംശമെന്ന് ഞാൻ പറയും. ഇവിടെ വായിച്ച കഥ ഞാൻ ഓർത്തുപോവുകയാണ്. റോബർട്ട് ഷൂളർ എന്ന ഒരു വലിയ സുവിശേഷ പ്രസംഗം എഴുത്തുകാരനും പറഞ്ഞ ഒരു കഥയാണ്, സംഭവ കഥയാണ്. ന്യൂജേഴ്സിയിൽ നിന്ന്, അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് 3 കോളേജ് വിദ്യാർത്ഥികള് ഫ്ലോറിഡയിലേക്ക് ഉല്ലാസ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ബസ്സിന്. അവർ കളിച്ചിട്ട് പാട്ട് പാടി മേളമായിട്ട് യാത്ര ചെയ്യുകയാണ്. ഇടയ്ക്ക് ബസ് നിർത്തുന്ന അവസരങ്ങളിൽ ഭക്ഷണത്തിന് പറ്റി നിർത്തുന്ന അവസ്ഥ അവരിറങ്ങി ഭക്ഷണം കഴിക്കും. വീണ്ടും ബസ് വന്ന് തിരിച്ച് കളിച്ച് ബസ്സിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അവരുടെ ദൃഷ്ടിയിൽ ആ ബസ്സിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു യാത്രക്കാരനെ കാണുവാനിടയായി. ആ യാത്രക്കാരൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. അയാൾ ആ ബസ്സിന്റെ മുകളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ അയാളെ തിരിഞ്ഞു. അടുത്ത സ്റ്റേഷൻ ബസ് നിർത്തിയപ്പോൾ ആ യാത്രക്കാരനോട് അവർ ചോദിച്ചു, ഒന്നും ഭക്ഷണം കഴിക്കുന്നില്ലേ? അയാൾ ഒന്നും പറഞ്ഞില്ല. അവർ തന്നെ അല്പം ഭക്ഷണം വാങ്ങിയിട്ട് ഈ മനുഷ്യന് കൊടുത്തു. ആ മനുഷ്യൻ ഭക്ഷിച്ചു. അതിനുശേഷം ചോദിച്ചത്, നിങ്ങൾ എവിടെ പോവുകയാണ്? ആ മനുഷ്യൻ ഇവരോട് പറഞ്ഞു, ഞങ്ങള് ഫ്ലോറിഡയ്ക്ക് പോവുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, ഫ്ലോറിഡ വളരെ നല്ലൊരു സ്ഥലമാണ്. കുട്ടികൾ ചോദിച്ചു, അവിടെ ഉണ്ട്, അവിടെ താമസിക്കുന്നുണ്ട്, അവരുടെ വീട് അവിടെയാണോ? അറിയാൻ പാടില്ല. എന്താണെന്ന് കുട്ടികൾ വീണ്ടും വീട്ടിലേക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു. ഞാൻ എന്റെ വീട്ടില് ഒരു വഴക്കുണ്ടാക്കി തെറ്റ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഞാൻ ജയിൽവാസം അനുഭവിക്കുകയായിരുന്നു. ജയിൽവാസം കഴിഞ്ഞ് ഞാൻ ഇന്ന് തിരികെ എന്റെ നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ വല്ലവരെ സ്വീകരിക്കാനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ജയിലിൽ ചെന്ന് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ കേട്ടി, പ്രിയപ്പെട്ടവരെ, നീ എന്റെ മക്കളോട് ഈ കാര്യം പറയരുത്. അവർ ആ ധാരണയില് അവരുടെ പിതാവ് ജയിൽപ്പുള്ളിയുടെ ധാരണയിൽ വളർന്നാൽ അവർക്ക് മാനസികമായി ഉയർപ്പുണ്ടാകും. അതുകൊണ്ട് നീ അവരെ ആ കാര്യം അറിയിക്കരുത്. ഞാൻ തിരികെ പോകാൻ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ജയിലിൽ നിന്ന് പുറപ്പെടുന്ന ഏറെ ഒരാഴ്ച മുമ്പ് എന്റെ ഭാര്യയ്ക്ക് ഞാൻ എഴുതി, പ്രിയപ്പെട്ട എന്റെ ഭാര്യ, നീ ജീവിച്ചിരിക്കുകയും നീ മറ്റൊരാളുമായിട്ട് വിവാഹം ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതുപോലെ നീ പിന്നെ എന്റെ ഭർത്താവായിട്ട് സ്വീകരിക്കുവാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ, ഞാൻ ഇന്ന ദിവസം നമ്മുടെ വീടിന്റെ മുന്നിൽ കൂടി ബസ്സിൽ യാത്ര ചെയ്യും. നിനക്ക് എന്നെ പ്രിയമാണെങ്കിൽ സ്വീകരിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക. നമ്മുടെ വീടിന്റെ മുന്നിലുള്ള ആ റോഡ് വരത്തിൽ നീ ഒരു കഷ്ണം വെള്ളത്തുണി കെട്ടിയിടുക. അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും നീ എന്നെ സ്വീകരിക്കുവാൻ തയ്യാറാണ്. അങ്ങനെ ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് അയാൾ യാത്ര തുടർന്നത്. ഫ്ലോറിഡയിലെത്തി. അവരുടെ വീട്ടിലെ
എന്ന് എന്തെങ്കിലും ഒരു സൂചന ഉണ്ടാകുന്നുവെന്ന്. ആ വീടിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ആ വൃക്ഷത്തിൽ മാത്രമല്ല പരിസരങ്ങളിലെ എല്ലാ വൃക്ഷങ്ങളിലും വെള്ളത്തിൽ കിട്ടിയിരിക്കുന്ന കൂടി കിട്ടിയിരിക്കുകയാണ്. ആ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അത് എങ്ങനെ ക്ഷമിക്കും, എങ്ങനെ മറ്റുള്ളവർക്ക് ക്ഷമിക്കണം എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണമായ ഒരു മാതൃകയാണ് ഈ കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനുഷ്യരാണ്. മാനുഷികമായ തെറ്റുകൾ നമുക്ക് എപ്പോഴും സംഭവിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവര് എപ്പോഴും ഹൃദയത്തോട് ക്ഷമിക്കണം എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ മറ്റുള്ളവർ ക്ഷമിക്കുവാൻ തയ്യാറാകണം. അതാണ് ഒരു കുടുംബത്തെ, ഒരു ഭവനത്തെ കുടുംബമാക്കി ഭവനമാക്കി തീർക്കും. അതുപോലെ നാം വായിച്ചു കേട്ട ഭാഗമാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നത്. ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ എവിടെയെങ്കിലും ഒരുവരുടെ അപേക്ഷിക്കുമെങ്കിൽ ഏത് കാര്യവും സ്വർഗ്ഗത്തിലുള്ള സാധിച്ചു തരും. എന്നാൽ എന്റെ നാം 2 പേർ എവിടെ ബന്ധിക്കപ്പെടുമോ അവിടെ ഞാൻ അവരുടെ മധ്യം ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷയും വലിയ ശക്തിയും പ്രദാനം ചെയ്യുന്ന സുവിശേഷവാക്യമാണ്. നമ്മൾ ധരിച്ചിട്ട് നമ്മുടെ കൂട്ടത്തില് നമ്മുടെ മധ്യയിൽ ദൈവമുള്ള ദൈവത്തിന്റെ ആരോഗ്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവപിതാവിനോടാണ്. ആ പിതാവ് കേൾക്കുവാൻ സന്നദ്ധനാണ് മാത്രമല്ല അവിടുത്തെ സന്നിഹിതനാണ് നമ്മുടെ മധ്യ എന്നുള്ള വികാരമാണ് നമുക്ക് ധൈര്യം തരേണ്ടത്. നമ്മളൊക്കെ വലിയ വലിയ കാര്യത്തിനായിട്ട് കയറി വന്നിരിക്കുന്നവരാണ്. സഭയിൽ, ദൈവത്തിന്റെ സഭയിലെ, ക്രിസ്തുവിന്റെ സഭയിലെ, ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായിട്ട് വൈദികരും സന്യാസികളുമായിട്ട് ക്രിസ്തുവിന്റെ കാര്യങ്ങളും ഭാവമെല്ലാമായിട്ട് പ്രവർത്തിക്കുവാനുള്ള വ്യക്തികളാണ്. നമുക്ക് ഏറെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുണ്ട്, ഏറെ കാര്യങ്ങൾ മാറ്റുവാനുണ്ട്, വ്യതിയാനം സംഭവിക്കുവാനുണ്ട്. നമ്മളുടെ ഏറെ വ്യതിയാനം വന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ക്രിസ്തു നമ്മിലേക്ക് മുഴുവനായിട്ട് കടന്നുവന്ന് ക്രിസ്തുവിന്റെ ചൈതന്യം മുഴുവനായിട്ട് ഉൾക്കൊള്ളുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ പ്രതിനിധികളായി പ്രവർത്തിക്കുവാൻ സാധിക്കും. നാം ചെയ്യേണ്ടത് നാം പ്രാർത്ഥിക്കുക, ഒരുപാട് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് കൂടി ആലോചിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ നാം ചെയ്താൽ തീർച്ചയാണ് നമ്മളിൽ മാറ്റമുണ്ടാകും, മറ്റുള്ളവരുടെ മാറ്റമുണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സുദിനത്തിൽ നമ്മളിൽ എന്താമാണ് ഓർക്കേണ്ടത്? ഒരിക്കലൊരു പ്രസംഗം പറഞ്ഞത് ഞാൻ പ്രസംഗത്തിന് മധ്യയിൽ പറഞ്ഞു, ജെറുസലേമിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള വഴി നമ്മുടെ ഈ മുന്നിൽ കൂടെയാണ് പോകുന്നത്. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആ വഴി ജെറുസലേമിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള വഴിയുണ്ടല്ലോ, അത് നമ്മുടെ കർണാടക നദിയിൽ കൂടെയാണ് പോകുന്നത്. അവിടെ പോയിട്ട് ആവശ്യമില്ല, ഇവിടെ തന്നെ ആ വഴിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട്, സ്നേഹിക്കുവാനായിട്ട്, മറ്റുള്ളവരുടെ ഔദാര്യം കാണിക്കുവാനായിട്ട്, ക്ഷമിക്കുവാനായിട്ട് സാധിക്കും. ആ വഴിയിലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മതി.
Amen.
ചരണത്തോടുകൂടെ അവരാത്മനെ തിരിഞ്ഞുകൊണ്ടും അവരെക്കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരൻ ശ്രമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ ദൈവത്തോടെ ഹൃദയം ഭാവമാനവും യാചിക്കുകയും ചെയ്യാം.
നമ്മുടെ ലോകം മുഴുവന്റെ